ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് പിന്നെയും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ അല്പസമയമായിരിക്കുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫേസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. ഇനി ആ അധ്യായത്തിൽ അവസാനത്തെ 2 വാക്യങ്ങൾ മാത്രമാണ് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ഭാഗം എഫേസ് ലേഖനം 2-ാം അധ്യായത്തിലൂടെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ നമ്മൾ അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിലേക്ക്, അതിൻ്റെ 21, 22 വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. എഫേസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 21, 22 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അപ്പം ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ട് അതിൻ്റെ 21-ാം വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അത് നമ്മളിന്ന് രാത്രി പ്രധാനമായിട്ട് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സഭയെ ഒരു കെട്ടിടവുമായിട്ട് ബന്ധപ്പെടുത്തി ആണ് കഴിഞ്ഞ വാക്യം മുതൽ നമ്മൾ പറയാനായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചു ആ കെട്ടിടത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മൾ പറഞ്ഞു അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ തന്നെ ക്രിസ്തുവേശുവാണ് അതിൻ്റെ മൂലക്കല്ല്, ചീഫ് കോർണർ സ്റ്റോൺ, പ്രധാനപ്പെട്ട മൂലക്കല്ല് ക്രിസ്തുവേശുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. അപ്പം എന്നിട്ട് അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച്, അതിൻ്റെ ഫൗണ്ടേഷനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് 21-ാം വാക്യത്തിൽ അവരോട് പറയുകയാണ്: അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അപ്പം ഇവിടെ എന്താ പറയുന്നത്? 2 കാര്യങ്ങളാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കെട്ടിടത്തെക്കുറിച്ച് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവനിൽ ആ കെട്ടിടം മുഴുവൻ യുക്തമായിട്ട് ചേരുന്നു. 2, കർത്താവിൽ അതൊരു വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു. ഈ 2 കാര്യങ്ങളാണ് അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞിട്ട് ഈ വാക്യത്തിൽ ഈ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായിട്ട് ചേർന്നിരിക്കുന്നു. 2, കർത്താവിൽ അത് വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു. ഈ 2 കാര്യങ്ങൾ. അപ്പം ഒന്നാമത് അവിടെ പറഞ്ഞത് ഈ കെട്ടിടം മുഴുവൻ. നമ്മൾ മനസ്സിലാക്കണം, അവിടെ കെട്ടിടങ്ങൾ എന്നല്ല പറഞ്ഞത്, കെട്ടിടം എന്ന ഏകവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ സഭ ഒന്നേ ഉള്ളൂ. ദൈവത്തിൻ്റെ മുമ്പിൽ സഭ ഒന്നേ ഉള്ളൂ. അപ്പം ഇന്ന് പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ക്രൈസ്തവ സഭകൾ ആയിരക്കണക്കിനുണ്ട് എന്ന് പറയുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ തോന്നും. എന്നാൽ ഞാനൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പറയാം. ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിനായിട്ട് കാണുന്ന ഈ സംഭവങ്ങളൊന്നും സഭയല്ല. അതൊക്കെ സംഘടനകളോ പ്രസ്ഥാനങ്ങളോ മാത്രമാണ്. അതൊന്നും എന്തല്ല, സഭയല്ല. കർത്താവിൻ്റെ സഭ എത്രയേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ, സഭയാണ്. സഭകളില്ല. ആ സഭയുടെ പ്രാദേശിക യൂണിറ്റുകളാണ്
ഓരോ സ്ഥലത്തും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്ത് എത്ര സഭയുണ്ടാകാം? ഒരു സഭ. എന്നാൽ പലപ്പോഴും എന്താണ്, 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 4-5 സഭകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ. ഇപ്പം ഞാനിരുന്ന് ക്ലാസ് എടുക്കുന്ന ഈ വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചു, 5 സഭകളാണ് ഉള്ളത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ 5 സഭകളെങ്കിലും ഉണ്ട്. 4 പെന്തക്കോസ്ത് സഭകളും 1 CSI സഭയും 1 ബ്രദറൻ ചർച്ചും ഉണ്ട്. 6 സഭകളാണ് ഉള്ളത് ഇവിടെ ഈ 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത്. 4 പെന്തക്കോസ്ത് സഭ, 1 CSI സഭ, 1 ബ്രദർ സഭ. അങ്ങനെ 6 സഭകളായി 1 കിലോമീറ്റർ ചുറ്റളവിലുള്ളത്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സഭ എന്താണെന്ന് ഈ 6 സഭക്കാർക്ക് മനസ്സിലായിട്ടില്ല. അവരൊക്കെ കാണുന്നത് അവരുടെ പ്രസ്ഥാനത്തെയാണ് കാണുന്നത്. സഭ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ 6 സഭയുടെ ആവശ്യം ഇല്ല. ഞാനീ പറയുന്നത് നമുക്കിഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാക്കിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ആരെയും ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമല്ല. അപ്പം 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വിശ്വാസികൾക്കെല്ലാവർക്കും ഒരു സ്ഥലത്ത് കൂടി ഒന്ന് ആരാധിക്കാൻ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. എനിക്ക് മനസ്സിലാവുന്നില്ല. 10 കിലോമീറ്ററോ 20 കിലോമീറ്ററോ ദൂരെയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. 1 കിലോമീറ്റർ ചുറ്റളവിൽ, ഞാൻ ഇരുന്ന് ക്ലാസ് എടുക്കുന്ന എൻ്റെ വീടിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ഒരുമിച്ചൊരു സ്ഥലത്ത് വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് അവർ എഫേസ് ലേഖനം ഏറ്റവും ചുരുങ്ങിയത് 2 അധ്യായം അവർ നന്നായിട്ടൊന്ന് പഠിക്കണം. അത് പഠിക്കാത്തതിൻ്റെയും കുഴപ്പം അത്. അപ്പോൾ സഭ ഒന്നേ ഉള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ. പ്രസ്ഥാനങ്ങളല്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ളത്, സംഘടനകളല്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ളത്, സഭയാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ളത്. ആ സഭ ഒന്നാണ്. ആ സഭ പരസ്പരം ഐക്യതയിലും ഒരുമിച്ച് നിൽക്കുക. അതാണ് എഫേസ് ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത്. എഫേസ് ലേഖനത്തിൻ്റെ തീം തന്നെ സഭയുടെ യൂണിറ്റിയാണ്, ഐക്യതയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന്. അപ്പോൾ ഈ കെട്ടിടം മുഴുവൻ, കെട്ടിടങ്ങളല്ല, കെട്ടിടം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പല കെട്ടിടങ്ങൾ എന്നല്ല, ദ ഹോൾ ബിൽഡിംഗ്, ആ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓൾ ബിൽഡിങ്സ് അല്ല, ദ ഹോൾ ബിൽഡിംഗ്, ആ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അതവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പല കെട്ടിടങ്ങളുണ്ട്, ആ പല കെട്ടിടങ്ങൾ ഒരുമിച്ച് ചേർന്ന കാര്യമല്ല പറഞ്ഞത്. ആ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുന്നു? അവനിൽ യുക്തമായിട്ട് ചേർന്ന്. ആരിൽ യുക്തമായിട്ട് ചേർന്ന്? അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ, 20-ാം വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതായ ആ ചീഫ് കോർണർ സ്റ്റോൺ ആയിട്ടുള്ള, പ്രധാന മൂലക്കല്ലായിട്ടുള്ള യേശുവിൽ ചേർന്ന്. ഇത് ചേരാത്തത് കൊണ്ടാണ് ഈ കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നത്. ഈ യേശുവിലേക്ക് കറക്റ്റായിട്ട് ചേരാത്തത് കൊണ്ടാണ് ഇത് കഷ്ണങ്ങളായിട്ട് നിൽക്കുന്നത്. ഇന്ന് പലപ്പോഴും ദൈവമക്കളെ ഒരു പ്രസ്ഥാനത്തിലേക്കും പാസ്റ്ററിലേക്കുമൊക്കെ വലിച്ചടുപ്പിക്കാനാണ് ശുശ്രൂഷകന്മാർ ശ്രമിക്കുന്നത്. വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് ഞാൻ ഒരു സഭായോഗത്തിന് സംബന്ധിച്ചപ്പോൾ അവിടെയും ഞാൻ കേട്ട പ്രസംഗം എന്ന് പറയുന്നത് ആ പാസ്റ്ററിലേക്കും സഭയിലേക്കും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിലേക്കും വിശ്വാസികളെ വലിച്ചെടുപ്പിക്കുന്ന പ്രസംഗമല്ല, അത് യേശുവിലേക്കല്ല കൊണ്ടുപോകുന്നത്.
എവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റിയത്? സഭ എപ്പോഴും ചേരേണ്ടത് കർത്താവിനോടാണ് ചേരേണ്ടത്, പ്രസ്ഥാനത്തോടല്ല ചേരേണ്ടത്. നമുക്ക് ബന്ധം വേണ്ടത് പ്രസ്ഥാനത്തോടല്ല, കർത്താവിനോടാണ് നമുക്ക് ബന്ധം വേണ്ടത്. ഓക്കെ, അപ്പം അവനിലാണ് ചേരേണ്ടത്. അവനിൽ, ആരിൽ? ആ ചീഫ് കോർണർ സ്റ്റോൺ ആയിട്ടുള്ള, പ്രധാന മൂലക്കല്ലായിട്ടുള്ള അവനിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഒരു മൂലക്കല്ലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര കെട്ടിടം പണിയാനായിട്ട് പറ്റും? എന്നാലോചിച്ച് നോക്കിക്കുക. ഒരു മൂലക്കല്ലിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എത്ര കെട്ടിടം പണിയാനായിട്ട് പറ്റും? അപ്പം ഈ കെട്ടിടങ്ങൾ പലതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, ഈ മൂലക്കല്ലിനോട് ചേർന്നിട്ടില്ല, പ്രസ്ഥാനങ്ങളോട് ചേർന്നാണ് നിൽക്കുന്നത്. അതാ ഇന്നത്തെ ഏറ്റവും വലിയ ദോഷം. അതാ ദോഷം. അപ്പം സഭ ചേർന്ന് നിൽക്കേണ്ടത് ആരോടാണ്? കർത്താവിനോടാണ് ചേർന്ന് നിൽക്കേണ്ടത്. അവനിൽ യുക്തമായിട്ട് ചേർന്ന്, അവനിൽ യുക്തമായിട്ട്. എന്താ യുക്തമായിട്ട് ചേരുക എന്ന് പറഞ്ഞാൽ, അതാത് സ്ഥാനങ്ങളിൽ ചേരേണ്ട കറക്റ്റ് അതാത് സ്ഥാനങ്ങളിൽ അതാത് രീതിയിൽ ചേരുക എന്നുള്ളതാണ്, അല്ലേ? ഇപ്പം നമുക്കറിയാം, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ അതിന് ഒത്തിരി പാർട്സ് ഉണ്ട്, ഒത്തിരി ഭാഗങ്ങളുണ്ട് അതിന്. ഓക്കെ, നമ്മൾ ഇഷ്ടിക, ബ്രിക്സ് എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ട് പലതരത്തിൽ. സിമൻ്റ് ഉണ്ട്, മണലുണ്ട്. ഇന്നിപ്പോൾ മണലല്ല, എംസാൻ്റൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ കമ്പിയുണ്ട്, കല്ലുണ്ട്, മണ്ണുണ്ട്, മരമോ കോൺക്രീറ്റോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓടോ. ഇങ്ങനെ പല ഭാഗങ്ങൾ, പല സാധനങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ഒരു കെട്ടിടം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു ഉപയോഗപ്രദമായിട്ടുള്ള കെട്ടിടമാകണമെന്നുണ്ടെങ്കിൽ അതാത് സ്ഥലത്ത് യുക്തമായിട്ട് എന്ത് ചെയ്യണം, ചേർന്നിരിക്കണം, യുക്തമായിട്ട് ചേർന്നിരിക്കണം. അതാണ്. അപ്പോൾ ഈ യുക്തമായിട്ട് ചേരാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. യുക്തമായിട്ട് ചേരാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഇത് യുക്തമായിട്ട് ചേരുക, അതായത് എവിടെയാണോ ഓരോരുത്തരും നിൽക്കേണ്ടത് അവിടെ അവരെന്ത് ചെയ്യുക, നിൽക്കുക. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പം ഇതുപോലെ സഭകൾ എന്താണ് പെരുകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, പലരും അവരായിരുന്ന സഭയിൽ ദൈവം അവരെ നിർത്തിയ സ്ഥാനത്ത് നിൽക്കാതെ പുറത്ത് ചാടിയിട്ടാണ് വേറെ പലതുമൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ദൈവം അവരെ അയറ്റുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. സഭയിൽ നിന്നൊരാളെ ദൈവം പുതിയൊരു സഭ സ്ഥാപിക്കാനായിട്ട് അയക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളത് കാണും, ദൈവം അയക്കും, അയക്കാതിരിക്കില്ല. പക്ഷെ അത് ഈ സഭയിലെ 10 പേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്ത് പുതിയ സഭ ഉണ്ടാക്കാനായിട്ട് ദൈവം ആരെയും അയക്കില്ല. അതാരെയും അയക്കില്ല ദൈവം. അങ്ങനെ അയക്കുന്നത് ദൈവമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് ദൈവം അവനെ ആക്കിയ ആ സ്ഥാനത്ത് അവൻ യുക്തമായിട്ട് നിൽക്കാത്തത് കൊണ്ട് പറ്റുന്ന കുഴപ്പമാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പം സഭ എപ്പോഴും എങ്ങനെ ആയിരിക്കണം? കർത്താവിനോട് യുക്തമായിട്ട് ചേർന്ന് നിൽക്കണം. അതാത് സ്ഥാനങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ ആണ് സഭ ഭംഗിയുള്ള ഒരു കെട്ടിടമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളൊരു വീടുണ്ടാക്കുന്നു. ആ വീടിൻ്റെ വാതിൽ ഒരു സൈഡിൽ കിടക്കുന്നു, ജനൽ 100 മീറ്റർ അപ്പുറത്ത് കിടക്കുന്നു, റൂഫ്
50 മീറ്റർ ഈ സൈഡിൽ കിടക്കുന്നു. അങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അതൊരു കെട്ടിടം നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പറ്റുമോ? ഇല്ല. ഇത് പണ്ടാരോ പറഞ്ഞ പോലെ ഉറുമ്പിനെ പറ്റിക്കാനായിട്ട് പഞ്ചസാര പാത്രത്തിൻ്റെ മുകളിൽ കാപ്പിപ്പൊടി എന്ന് എഴുതി വെച്ച പോലെയാണ് അല്ലേ? അതിന് നമുക്ക് കെട്ടിടമൊന്നും വിളിക്കാനായിട്ട് പറ്റില്ല. അപ്പം കെട്ടിടമാകണമെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യണം? ഒരുമിച്ച് വരണം എന്നുള്ളതാണ്. ഇപ്പം ഈ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്ന തീം നമ്മൾ മറക്കരുത്. എന്താണത്? യഹൂദന്മാരും വിജാതീയരും ദൈവവും ഇവർ തമ്മിൽ 3 കൂട്ടർക്കും പരസ്പരം ബന്ധമില്ലായിരുന്നു. എന്നാൽ കർത്താവ് ക്രൂശിൽ എന്ത് ചെയ്തു? ഈ 3 ബന്ധമില്ലായ്മയെയും മാറ്റിയിട്ട് ഈ 3 കൂട്ടരെയും ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് സഭ. ആ സഭയ്ക്കകത്ത് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ബന്ധമാണ്. ആ ബന്ധമില്ലെങ്കിൽ അതിന് സഭ എന്ന് പേർ വിളിക്കപ്പെടാനായിട്ട് യോഗ്യതയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് നോട്ട് എ ചർച്ച്. അത് സഭയല്ല. ഐ ആം സോറി ടു സേ, അത് സഭയല്ല. അതിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പേര് വിളിക്കാം, പക്ഷെ ദാറ്റ് ഈസ് നോട്ട് എ ചർച്ച്. ഒരു പ്രദേശത്തുള്ള എല്ലാ ദൈവമക്കൾക്കും ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അത് സഭയല്ലെന്ന്. അതെങ്ങനെ സഭയാവുന്നേ? അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാനിത് പറയുമ്പോൾ പ്രസ്ഥാനങ്ങളെ തലയിൽ വച്ചിരിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, വേണ്ട. എനിക്ക് ദൈവവചനം എന്ത് പറയുന്നു അത് മാത്രം എനിക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കെട്ടിടം മുഴുവൻ എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ, കർത്താവിൽ യുക്തമായിട്ട് ചേർന്ന, എന്നിട്ട് പറയുക കർത്താവിൽ വിശുദ്ധ മന്ദിരമായിട്ട് വളരുന്നു. ഒരു വളരുന്ന കെട്ടിടം ഒന്ന് ഓർത്ത് നോക്കിക്കേ. വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും ജീവൻ്റെ ലക്ഷണമാണ്. ജീവനുള്ള സാധനങ്ങളെ എന്ത് ചെയ്യുള്ളൂ? വളരുള്ളൂ. ജീവനുള്ള സാധനങ്ങളെ വളരുള്ളൂ. അപ്പം ഈ കെട്ടിടത്തിന് എന്തുണ്ട്? ഇത് വളരുന്നു എന്ന് പറഞ്ഞാൽ ഈ കെട്ടിടത്തിന് എന്തുണ്ട്? ജീവനുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. ഇന്നെന്താ സഭകൾ വളരാത്തത്? ഇന്നെന്താ സഭകളിലുള്ളവർ പോലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാരണം ഈ ജീവനില്ലെന്നുള്ളതാണ്. എന്താ ജീവനില്ലാത്തത്? കർത്താവുമായിട്ടുള്ള ബന്ധമില്ല. നമ്മൾ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ കാര്യം കുറച്ചുകൂടെ കൃത്യമായിട്ട് നമ്മൾ പറയും. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ പണിയപ്പെടുന്നു എന്ന് പറയുന്ന അത് നമ്മൾ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കും ആ വാക്യം. അപ്പം കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, കർത്താവിൽ യുക്തമായിട്ട് ചേർന്നിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജീവനുണ്ടാകുന്നത്. അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? വളർച്ച ഉണ്ടാകുന്നത്. നേതാക്കന്മാരുമായിട്ട് ചേർന്നിരുന്നാൽ ജീവനുണ്ടാകത്തില്ല, വളർച്ച ഉണ്ടാകത്തില്ല. പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് നിന്നാൽ, ഞാനിതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊക്കെ വേണം, ഇതെല്ലാം വേണം. എന്നാൽ സഭയ്ക്ക് പകരമായിട്ട് ഇതൊന്നും വരാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കർത്താവിന് പകരമായിട്ട് ഇതൊന്നും വരാൻ പാടില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് IPC ചർച്ചാണോ ഉള്ളത്? ഓക്കെ, ആയിക്കോട്ടെ. മറ്റൊരു സ്ഥലത്ത് AG ആണോ ഉള്ളത്? ആയിക്കൊള്ളട്ടെ, അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഒരു സ്ഥലത്തെ ദൈവമക്കൾക്കെല്ലാവർക്കും
അവിടെയുള്ള ആ ഒരു സഭയിൽ പോകാനായിട്ടും അവിടെ ഒരുമിച്ചിരുന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ടും കഴിയാതെ മറ്റൊരു സാധനം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനായിട്ട് നോക്കുമ്പോൾ അത് സഭയല്ലാതായി മാറുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പ്രസ്ഥാനത്തിൻ്റെ പരിപാടിയാണ്, അത് സംഘടനയുടെ പരിപാടിയാണ്, അത് സംഘടനയാണ്, അത് സഭയല്ല. അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇപ്പോൾ ഒരു കോളേജിൽ SFIയുടെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതേ കോളേജിൽ തന്നെ SFIയുടെ വേറെ യൂണിറ്റ് ഉണ്ടാവുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു കോളേജിൽ KSUവിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അതേ കോളേജിൽ KSUവിൻ്റെ വേറെ യൂണിറ്റ് ഉണ്ടാകുമോ? ഇല്ലല്ലോ. ഒരു ഏരിയയിൽ ഒരു പ്രദേശം CPIMൻ്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണെങ്കിൽ ആ സ്ഥലത്ത് രണ്ടാമതൊരു ലോക്കൽ കമ്മിറ്റി ഉണ്ടാവില്ല. അവിടെ വേറൊരു പ്രസ്ഥാനമാണ് വരിക. CPM ഉള്ളിടത്ത് കോൺഗ്രസിൻ്റെ ഒരു പുതിയൊരു യൂണിറ്റ് ഉണ്ടാക്കാം, അത് വേറൊരു പ്രസ്ഥാനമാണ്. ഇതിനി ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് സഭയാണോ പ്രസ്ഥാനമാണോ? നമ്മുടെ നേതാക്കന്മാർ വളരെ മനസ്സിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ സഭയുടെയാണോ പ്രസ്ഥാനത്തിൻ്റെയാണോ? നിങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ആരംഭിക്കുന്നത് സഭയുടെ യൂണിറ്റാണോ പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റാണോ? എന്തുകൊണ്ട് ഒരു പ്രദേശത്ത് ഒരു സഭയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രദേശത്തെക്കുറിച്ച് ദൈവം ആത്മഭാരം തരുന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള സഭയെ ശക്തിപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണോ വേണ്ടത്, അതോ അതിൻ്റെ അയൽവക്കത്ത് നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു പുതിയ യൂണിറ്റ് ഇടുകയാണോ വേണ്ടത്? ചിന്തിക്കേണ്ട കാര്യമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ, പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റുകൾ വന്നു കഴിയുമ്പോൾ, ഇത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലല്ല പ്രസ്ഥാനവുമായിട്ടുള്ള ബന്ധത്തിലായതുകൊണ്ട് ജീവനുണ്ടാകത്തില്ല. അതാ സംഭവിക്കുക. പ്രസ്ഥാനം വളരുമായിരിക്കും, പക്ഷെ സഭ എന്ത് ചെയ്യില്ല? വളരില്ല. സഭ വളരില്ല. ഓക്കെ. അപ്പം ഈ സഭ കർത്താവിൽ വിശുദ്ധ മന്ദിരമായിട്ട് വളരുക. എന്താ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഹോളി ടെമ്പിൾ. ഹോളി ടെമ്പിൾ എന്താ ഹോളി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ സെപ്പറേറ്റഡ് ടെമ്പിൾ. സാധാരണ ഒരു മന്ദിരം പോലെയല്ല ഇത് വളരേണ്ടത്, ഇത് സെപ്പറേറ്റഡ് ആയിട്ടാണ് വളരുന്നത്. ഇനി ഈ വളർച്ചയ്ക്ക് ദൈവത്തിൻ്റെ വചനം വച്ചിട്ടുള്ളൊരു പ്രിൻസിപ്പിളുണ്ട്. ദൈവത്തിൻ്റെ വചനം വച്ചിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. എഫേസ് ലേഖനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേസ് ലേഖനം 4:15. അവിടെ നമ്മൾ വായിക്കുക, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. അപ്പോൾ വളർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? സ്നേഹം വേണം. അതാ ഞാൻ ഇത്ര നേരമായിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്നേഹമില്ലാത്തിടത്ത് പ്രസ്ഥാനം വളരും, സഭ വളരില്ല. നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ആൾ കൂടുമായിരിക്കും, പക്ഷെ സഭ വളരുന്നില്ല അവിടെ. അത് സഭയല്ല, അത് പ്രസ്ഥാനമാണ്. സഭ വളരുന്നത് സ്നേഹത്തിലാണ്. ഒരു സ്ഥലത്തെ, ഒരു പ്രദേശത്തെ എല്ലാ വിശ്വാസികൾക്കും പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ, ഒരുമിച്ചൊരു സ്ഥലത്തിരുന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള സ്നേഹം അവർക്കില്ലെങ്കിൽ അവിടെ സഭ വളരുന്നില്ല. കാരണം സഭ വളരണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. പ്രസ്ഥാനം വളരാൻ സ്നേഹം വേണ്ട, പ്രസ്ഥാനം വളരാൻ മത്സരം മതി. പക്ഷെ സഭ വളരാൻ മത്സരം പോരാ, സഭ വളരാൻ സ്നേഹം വേണം. അപ്പോൾ സ്നേഹത്തിൽ സത്യം
സത്യം സംസാരിച്ചുകൊണ്ട് സകലത്തിലും വളരണം. നമ്മൾ ആ വാക്യത്തിലേക്ക് പിന്നെ വരും, 4-ാമത്തെയും പഠിക്കുമ്പോൾ വരും. അപ്പോൾ നമുക്ക് ആ കാര്യം ചിന്തിക്കാം. ഓക്കെ, അപ്പം ഇത് ഒരു വിശുദ്ധ മന്ദിരമായിട്ടാണ് വളരുന്നത്. ഒരു വിശുദ്ധ മന്ദിരം, ഒരു ഹോളി ടെമ്പിൾ. നമുക്ക് 1-2 വാക്യങ്ങളൂടെ അതോടുള്ള ബന്ധത്തിലൊന്ന് വായിക്കണം. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ, എൻ്റെ 16-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. ഇറ്റ് ഈസ് എ ഹോളി ടെമ്പിൾ. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. നിങ്ങളതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്താ? അവിടെ വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് പറയുക, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പം യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന ഒരു മന്ദിരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുക, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. ഈ വാക്യം പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. ഇത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അല്ല, ഇവിടെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചല്ല പറയുന്നത്, അത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന ഒരൊറ്റ മന്ദിരം, ആ മന്ദിരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മന്ദിരങ്ങളല്ല, മന്ദിരം. അതേതാ? അത് സഭയാണ്. അപ്പം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുമ്പോൾ കൊരിന്ത് സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ഈ സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നും ദൈവത്തിൻ്റെ ആത്മാവ് സഭയിൽ വസിക്കുന്നു, മന്ദിരത്തിൽ വസിക്കുന്നു. ഓഫ് കോഴ്സ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞ അതിലേക്ക് നമ്മൾ വരും. പക്ഷെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തെക്കുറിച്ചല്ല, അത് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന സഭയാകുന്ന മന്ദിരത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ മന്ദിരം 17-ാം വാക്യത്തിൽ പറയുക, ആ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന്. അതായത് ഈ കെട്ടിടത്തെ, ക്രിസ്തുവാകുന്ന ഈ ഒരു അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്ന ഈ കെട്ടിടത്തെ നശിപ്പിക്കുന്നവനെ, പൊളിക്കുന്നവനെ തമ്പുരാൻ നശിപ്പിക്കുമെന്ന്. See, it is so serious. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ട് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന, ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ മന്ദിരമായ, ദൈവത്തിൻ്റെ മന്ദിരമായ സഭയെ പൊളിച്ച് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നവരെ തമ്പുരാൻ നശിപ്പിക്കുമെന്ന്. പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാനായിട്ട് സഭയെ പൊളിക്കുന്ന, സഭയെ നശിപ്പിക്കുന്ന നേതാക്കന്മാരെയും പാസ്റ്റർമാരെയും വിശ്വാസികളെയും ദൈവം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇതൊരു കുഞ്ഞുകളിയല്ല മക്കളെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു കുഞ്ഞുകളിയല്ല. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൺസെപ്റ്റ് ഒരു സ്ഥലത്ത് ഉള്ള ദൈവമക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സഭയാണ്. അത് പൊളിച്ച്
നിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇത്ര കൂടി വരവുണ്ടെന്ന് പ്രസ്ഥാനത്തിൻ്റെ കണക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഭയെ പൊളിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് സഭയെ പൊളിക്കുന്നവന് ആ പ്രസ്ഥാനത്തിൽ സ്ഥാനം കിട്ടുന്നത്. ഐ ആം സോ സീരിയസ്. ഞാൻ പറഞ്ഞത് ബി വെരി കെയർഫുൾ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമായത്. ഇതൊരു വാണിംഗ് ആയത്. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ദൈവത്തിന് വേണ്ടി എന്തോ വലിയ കാര്യം ചെയ്യാമെന്ന്. അല്ല, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പ്രസ്ഥാനത്തിനും മനുഷ്യർക്കും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദൈവവുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. നിങ്ങൾ ആ ദേശത്തെ ദൈവത്തിൻ്റെ സഭയെ നശിപ്പിക്കുക, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം നിങ്ങളെ നശിപ്പിക്കും എന്നാണ് ദൈവം പറയുന്നത്. ഓക്കെ, ഇനി ഇതേ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പം ഇവിടെ നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 3-ാം അധ്യായത്തിൽ സഭയാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദാറ്റ് ടെമ്പിൾ ഷുഡ് ബി ഹോളി. അത് വിശുദ്ധമാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ്. അത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതല്ല. സഭ IPCക്ക് വേണ്ടിയോ AGക്ക് വേണ്ടിയോ CSIക്ക് വേണ്ടിയോ മർത്തോമയ്ക്ക് വേണ്ടിയോ വേർതിരിക്കപ്പെട്ടതല്ലെന്ന്. സഭ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. അതിനെ പൊളിച്ച് പ്രസ്ഥാനമാക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നാണ് അവിടെ പറഞ്ഞത്. 6-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? അതിൻ്റെ 15-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാനെടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കുമോ? ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേർന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേർന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. നോക്കൂ, ഇവിടെ സ്വന്തം ശരീരത്തിന് വിരോധമായിട്ട് ചെയ്യുന്ന പാപമായ ദുർനടപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുക, നിങ്ങളുടെ ശരീരം മന്ദിരമാണ്, സോ ഇറ്റ് ഷുഡ് ബി ഹോളി. അത് വിശുദ്ധമായിരിക്കണം. അത് വിശുദ്ധമായിരിക്കണം. അപ്പോൾ ദുർനടപ്പ് എന്താണ് എന്ന് ചോദിച്ചാൽ സെക്ഷുവൽ ഇമ്മോറാലിറ്റി, അത് ലൈംഗികമായിട്ടുള്ള അധാർമികതയാണ്. ദൈവം മനുഷ്യൻ്റെ ലൈംഗികത ഡിസൈൻ ചെയ്തിരിക്കുന്നത്, സെക്ഷുവൽ ലൈഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാമിലിക്കകത്ത, എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും എന്നുള്ള ബന്ധത്തിലാണ് ദൈവം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനു പുറത്തുള്ള, എന്ന് വെച്ചാൽ എക്സ്ട്രാ മരൈറ്റലായിട്ടുള്ള വിവാഹേതരമായിട്ടുള്ള ഏതു ബന്ധവും ദുർനടപ്പാണ്. അത് ദൈവം അംഗീകരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവം അംഗീകരിക്കുന്നില്ല. എന്നിട്ട് പറയുക, നിങ്ങളുടെ ശരീരം
വിശുദ്ധമായിരിക്കണം എന്ന് അവിടെ പറയുകയാണ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ, കറണ്ട് പോയി. കർത്താവിന് വെച്ചാൽ ബാക്കി നമുക്ക് അടുത്തയാഴ്ച ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, സഭ വിശുദ്ധമാണ്, ശരീരം വിശുദ്ധമായിരിക്കണം. ഇതൊരു വിശുദ്ധ മന്ദിരമായിട്ട് പണിയപ്പെടുകയാണ്. ഇതിൻ്റെ ബാക്കി കർത്താവിന് വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.